വെൽക്കം ടു അവർ സ്മാർട്ട് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അപ്പം നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരാണ്, നമുക്ക് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. അതാണ് എൻ്റെ തലയുടെ ബാക്കിൽ കാണുന്നത്. ഇതാണ് സംഭവം, നമ്മുടെ ക്രിസ്മസ് റിത്ത്. നമ്മുടെ മലയാളികൾ നമ്മളിങ്ങനെ റീത്ത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ A4 സൈസ് ഷീറ്റ് പേപ്പർ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പല കളറിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ A4 ഷീറ്റ് പേപ്പേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു അടിപൊളി സംഭവം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്താം. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ അടിപൊളി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 3 കളറുടെ A4 ഷീറ്റാണ് വേണ്ടത്. ഒന്ന് റെഡ്, അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ, ഒരു ഡാർക്ക് ഗ്രീൻ. ഇനി നമ്മൾ ഒരു ഷീറ്റ് ഗ്രീൻ പേപ്പർ എടുക്കുക, അതിന് നമ്മൾ രണ്ടായിട്ട് മടക്കിയെടുക്കുക. വീണ്ടും രണ്ടായി മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മളൊരു സിസേഴ്സ് വെച്ചിട്ട് ഇത് 4 പീസാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ 4 പീസാക്കി എടുത്തു. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മളിത് വീണ്ടും രണ്ടായിട്ട് മടക്കുക, വീണ്ടും രണ്ടാക്കുക, വീണ്ടും നമ്മൾ അതിനെ ഒന്നുകൂടി രണ്ടാക്കി ഇടുക. പിന്നെ ഒരു ചെറിയ മടക്കും കൂടി, ഒരു ഫോൾഡിങ് കൂടി നമുക്ക് വേണം. ഇതങ്ങനെ ആക്കി എടുത്തതിന് ശേഷം നന്നായി അങ്ങ് ഉഴിഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ജസ്റ്റ് ഒന്ന് നീർത്തിയെടുക്കുക. കണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു സിക്സാഗ് മോഡലിൽ നമുക്ക് മടക്കിയെടുക്കണം. അപ്പോൾ ആദ്യത്തെ മടക്കിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റായിട്ട് മടക്കുക, കറക്റ്റ് ലൈനിൽ വരുന്ന പോലെ മടക്കിയെടുക്കുക. വീണ്ടും നമ്മൾ ഓപ്പോസിറ്റായിട്ട് മടക്കുക, വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു പോർഷനിൽ, അതായത് നമ്മൾ 2 ഭാഗമുണ്ട്, അതിൽ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റാപ്പിൾ ഗൺ വെച്ച് അടിക്കാൻ പോവാണ്. ജസ്റ്റ് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മൾ സ്റ്റാപ്പിൾ ചെയ്ത് കിട്ടും. കണ്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അറ്റം ഭാഗം കണ്ടില്ലേ, ഈ അറ്റഭാഗം വരുന്ന ഭാഗത്തും തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു കട്ട് എടുത്ത് കൊടുക്കുക. ഒരു കത്രിക വെച്ച് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഈ ഷേപ്പ് ജസ്റ്റ് നമ്മളിതിങ്ങനെ നിർത്തി കൊടുത്താൽ ഒരു ഇലയുടെ പോലെയായി. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാ പീസസും 2 കളറും, അത് ഈ ഒരു കളറിലും അതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് ഗ്രീനിലും നമ്മൾ ഇത് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതുപോലെ ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ ചട്ടയാണ്. അപ്പം ഞാൻ എന്താ എടുത്തിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കേക്ക് ബോർഡ് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒരു ചട്ട. അപ്പം നമ്മൾ ഇതുപോലെ വട്ടത്തിൽ നമുക്കൊരു റീത്ത് വെക്കണ പോലെ തന്നെ നമ്മൾ വട്ടത്തിൽ ഇത് ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ പേപ്പർ എടുക്കുക, നമ്മളൊരു ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി നമ്മൾ ഒരു ഗ്ലൂ ഗൺ എടുക്കുക, അത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ ജസ്റ്റ് കുറച്ച് ഗ്ലൂ ഗൺ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ചട്ടമേ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത കളറ് ചെയ്തു കൊടുക്കാൻ പോവാണ്. അപ്പം അതിന് നമ്മൾ കുറച്ച് ഗ്ലൂ ഗൺ ഇവിടെയും തേക്കുക, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഗ്ലൂ ഗണ്ണും കൂടി തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് കുറച്ച് മുകളിലായിട്ട് വെച്ച് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ നമ്മൾ ബാക്കി എല്ലാതും ഇങ്ങനെ ഒട്ടിച്ച് പോകണം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ഫുള്ളായിട്ട് ഇതൊക്കെ ഒന്നും ഇളകൊന്നുമില്ല, അതുപോലെ നമ്മൾ
ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഒരു ബോ ഉണ്ടാക്കാൻ പോവാണ്. ഇനി നമ്മൾ എടുക്കുന്നത് ജസ്റ്റ് ഒരു ബോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ഗ്ലിറ്റർ ഷീറ്റ് ആണ്. അപ്പോൾ ഈ ഗ്ലിറ്റർ ഷീറ്റ് നമ്മളൊരു സ്ക്വയർ ആയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ട്രയാങ്കിൾ ആക്കി എടുക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഇത് മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു തുറന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ജസ്റ്റ് നടുവരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് നടുവരെ. നടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഭാഗം വിടണം. ഇതേ കണ്ടോ, ഇത്രയും വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതാ ഇത്ര വരെ കട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇത് ഓപ്പോസിറ്റ് ആയിട്ട് മടക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ ഭാഗവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ വരെ കട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടോ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഭാഗം ജസ്റ്റ് മടക്കിയിട്ട് ഒരു ഭാഗം മാത്രം നമ്മളത് കട്ട് ചെയ്ത് കളയാൻ പോവാണ്. നമുക്ക് ഈ ഒരു ഭാഗം വേണ്ട. അപ്പം നമ്മളൊരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഇപ്പുറത്തേക്ക് മടക്കി വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇത് കമഴ്ത്തി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇനി ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ കുറച്ച് ഗ്ലൂ ഗൺ തേച്ചതിന് ശേഷം ഈ 2 പോയിന്റുകൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിങ്ങനെ ബോ ഷേപ്പ് കിട്ടും. ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗവും ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു ബോന്റെ ഷേപ്പ് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ ഒരു റിബൺ പോലെ ആക്കി എടുക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വി കട്ട് നമ്മൾ വെട്ടി കൊടുക്കുക. ഇപ്പുറത്തെ ഭാഗത്തു നിന്നും ഈ ഒരു പീസ് എടുത്ത് കളയാം. ഇനി ഇതുപോലെ നമ്മൾ ഇവിടെ ഒരു വി കട്ട് വെട്ടാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു കോർണറിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ ഒരു കട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ കോർണറിൽ നിന്ന് ഒരു ചെറിയ കട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് റിബൺ പോലെ കിട്ടി. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ വെട്ടി കൊടുക്കുക. ഈ ഒരു കോർണറിൽ നിന്നും വെട്ടി കൊടുക്കുക. അങ്ങനെ നമ്മുടെ റിബൺ തയ്യാറായിട്ട്. ഇനി ഇതിൻ്റെ നടുവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂ വേണമെങ്കിൽ ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലവറോ എന്തെങ്കിലും നമുക്ക് വെച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരു ചെറിയൊരു ഫ്ലവർ വെച്ചേക്കാണ്. അങ്ങനെ നമ്മുടെ ബോ അടിപൊളിയായിട്ട് വന്നു. കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു ബോ നമ്മൾ ഈ ഒരു വൃത്തമ്മ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ ചെറിയ ചെറിയ പൂക്കൾ, അതായത് റെഡിലായാലും ഏത് കളറിലാണ്. ഇപ്പൊ ഞാൻ ആദ്യം റെഡ് A4 ഷീറ്റ് കാണിച്ചു. അപ്പൊ ഞാൻ ചെറിയ പൂക്കൾ ഇതിന്റെ മുകളിൽ ഒട്ടിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ റെഡ് A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. ഒരേപോലെ നമ്മൾ റൗണ്ട് പീസസ് ആയിട്ട് കട്ടെടുത്തു. അതിൽ നിന്ന് നമ്മൾ ഒരു പീസ് എടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വെട്ടിക്കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വെട്ടി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്പൈറൽ പോലെ വെട്ടി കൊടുക്കുക. കണ്ടോ, ഇതിങ്ങനെ വെട്ടി 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 വരണം. ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ നിർത്തി കൊടുക്കുക. ഇനി നമ്മൾ ഈ ഭാഗം തൊട്ട്, അതായത് ഈ അറ്റം തൊട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത്. ഈ അറ്റം തൊട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വളച്ച് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരാം. ഇനി അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് വെച്ച് ജസ്റ്റ് ഇതൊന്ന് വിട്ടു കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതിങ്ങനെ വെച്ച് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂ കണ്ടോ നല്ല അടിപൊളി റോസാപ്പൂവായിട്ട് മാറി. ഇത് നമ്മുടെ ഇതിൻ്റെ അടിഭാഗത്ത് ജസ്റ്റ് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ വട്ടങ്ങളും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതുപോലെ നമ്മൾ 8 ഫ്ലവേഴ്സ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ റീത്തുമ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടി നമ്മൾ നമ്മുടെ റീത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ പൂവായിട്ട് ജസ്റ്റ് ഇതുമേ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒരു ലീഫിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ പല കളേഴ്സിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ക്രിസ്മസ് റെത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കായാലും ശരി, മുതിർന്നവർക്കായാലും ശരി, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമുക്ക് എവിടെ വേണമെങ്കിലും തൂക്കിയിട്ട് നമുക്ക് അടിപൊളിയാക്കാം. നമുക്ക് വീട് മുഴുവൻ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ അടിപൊളി വേറൊരു ക്രാഫ്റ്റായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.